ഈ അവധിക്കാലത്ത് പ്രോക്സിമയിൽ വെക്കേഷൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 10 പേരെയും മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 25 പേരെയും മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. കരുവാരക്കുണ്ടിനെ ആവേശത്തിമിർപ്പിലാക്കി കൊട്ടിക്കലാശം. കിഴക്കേത്തലയിലാണ് LDF UDF മുന്നണിയുടെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശം നടന്നത്. NDA വിട്ടുനിന്നു. കനത്ത പോലീസ് സുരക്ഷയിലാണ് പരിപാടികൾ നടന്നത്. വ്യാഴാഴ്ച നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഉജ്ജ്വല സമാപനം. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ പരിമിതമായ സ്ഥലങ്ങളിൽ മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. കരുവാരക്കുണ്ടിൽ ഇടത് വലത് മുന്നണികളുടെ നേതൃത്വത്തിൽ കിഴക്കേതലയിലാണ് കൊട്ടിക്കലാശം നടന്നത്. UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ ബാനറുകൾ ഉയർത്തിയും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയും ഒരു ഭാഗത്ത് UDFും ഡോക്ടർ KK ദാമോദരന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചും വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെയുള്ള വികസനമില്ലായ്മ ഉയർത്തിക്കാട്ടിയും LDF മറുഭാഗത്തും കളം നിറഞ്ഞു. പാട്ടുകൾക്കും അനൗൺസ്മെന്റിനും അപ്പുറം ഇരു മുന്നണി നേതാക്കളുടെ വാഗ്വേദങ്ങളും പ്രവർത്തകർക്ക് ആവേശം പകർന്നു. അതിനുണ്ടാകുകയില്ല. നാളെ ജനം വിധിയെഴുതുകയാണ്. മറ്റന്നാൾ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ പിണറായിയും ഈ ചോരച്ചെങ്കൊടിയും അറബിക്കടലിന്റെ നടുക്കടലിലേക്ക് പോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ആ പച്ചക്കൊടി ഇതേമാർക്കും ഇല്ലാതെയുള്ളൂ. ആ മനുഷ്യന് വേണ്ടി പിരിച്ചിട്ട് അതുപോലെ തീരുമാനിക്കുന്നത്. കനത്ത പോലീസ് കാവലിലാണ് കൊട്ടിക്കലാശം നടന്നത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.